നമസ്കാരം. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയം. നാം ക്ഷേത്രത്തിലേക്ക് തെറ്റി, തുളസി മുതലായവ അവനവൻ്റെ കഴിവിനനുസരിച്ച് വാങ്ങിച്ച് നടക്കൽ വയ്ക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ വാങ്ങിച്ച് വെച്ച തെറ്റിയും തുളസിയും അമ്പലത്തിലെ മേൽശാന്തി കീഴ്ശാന്തി കഴുകി വൃത്തിയാക്കി അതിന് തുളസിയെ ഇലകൾ മാത്രമാക്കി മാറ്റി, തെറ്റിപ്പൂവിൽ നിന്ന് മൊട്ടെടുത്ത് മാറ്റി അർച്ചിച്ച് കൊള്ളണം എന്നുള്ള ഒരു വിഷയം കൂടി നമ്മൾ അറിയാതെ ചെയ്തു വരുന്നുണ്ട്. നമ്മളങ്ങനെ ചിന്തിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ ഈ ഒരു ചെറിയ അനാസ്ഥ കാരണം ഇന്നതൊരു ആചാരമായി മാറിക്കഴിഞ്ഞു. ഇതിനെ ഇനി മാറ്റാൻ പറ്റുമെന്നൊന്നും ഒരു ചിന്തയില്ല. പക്ഷേ ഒന്ന് രണ്ട് പേരെങ്കിലും ഇത് കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വിഷയം പല വേദികളിലും പറയുന്നുണ്ട്. ഈ തെറ്റി തുളസി വാങ്ങിച്ച് നൽകുന്നവർ 50 രൂപ, 100 രൂപ, 200 രൂപ എന്നിങ്ങനെ ആവശ്യമില്ല. സാധിക്കുമെങ്കിലൊക്കെ 5 രൂപയ്ക്കായാലും 10 രൂപയ്ക്കായാലും മതി. കുറച്ച് തുളസി വാങ്ങിക്കുന്നു, നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തുളസി ഇല മാത്രമായിട്ട് ഒരു ഇലയിൽ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് വെക്കുക. ഈ പൂജ കഴിക്കുന്ന അർച്ചകൻ, ഈ പൂജാരി ഈ ഇല കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പുഷ്പാഞ്ജലി കഴിക്കുകയാണ് കാര്യസാധ്യം ഫലം. അല്ലാതെ എൻ്റെ കയ്യിൽ ധനമുണ്ട്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തുളസി കൊണ്ട് അർച്ചിക്കണമെന്ന് ഒരു ജ്യോതിഷി പറഞ്ഞു, ഞാൻ പോകുന്നു 20 രൂപയ്ക്ക് തുളസി വാങ്ങിക്കുന്നു, അത് എങ്ങനെ വന്നു എന്ത് വന്നു നമുക്കറിയില്ല, അങ്ങനെ തന്നെ കൊണ്ട് നടക്കൽ വെച്ചു. ക്ഷേത്രത്തിലുള്ള അവിടെ പൂജകൾ കഴിക്കുന്ന മേൽശാന്തി കീഴ്ശാന്തി അവർക്ക് ഇതിന് മാത്രമാണോ സമയം? അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ നേരെ എനിക്കൊന്നും ഇതിന് സാധ്യമില്ല എന്ന് പറഞ്ഞിട്ട് തുളസി ചെടിയോടുകൂടി ഭഗവാന്റെ മണ്ടയ്ക്ക് വയ്ക്കുകയാണ്. പക്ഷേ ഫലത്തിൽ ഒരു കുറവും കാണരുത് എന്ന നിബന്ധന എനിക്കുണ്ട്. കാരണം ഞാനിത് വാങ്ങിച്ചു വയ്ക്കുന്നു, എനിക്ക് ഫലം വേണം. ഫലത്തിൽ ഒരു കുറവും പറ്റില്ല, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു ചിന്ത. റിക്വസ്റ്റാണിത്. ആരെയും വിഷമിപ്പിക്കുവാനുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ അടുത്ത് സമയമില്ല ഇന്ന്. പക്ഷേ നമ്മുടെ ഓരോ കാര്യത്തിനും എത്ര സമയമാണ് നാം ചിലവാക്കുന്നത്? ഇതും നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. ഒരു കടയിൽ പോകുന്നു, ഒരു സാരി എടുക്കുന്നു, ഒരു 100 സാരി മൊത്തം ആ ഷെൽഫിനകത്തുള്ള വിഷയങ്ങളെല്ലാം കൂടി എടുത്തു വെച്ച് മേശപ്പുറത്താക്കിയിട്ട് ഒരെണ്ണം എടുത്തുകൊണ്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ അതും വേണ്ടാന്ന് പറഞ്ഞ് അടുത്ത കടയിൽ പോവുകയാണ്. ഒരു 3 മണിക്കൂറാണ്. ഒരു 5 മിനിറ്റ് കുറച്ച് തുളസി, 10 രൂപ 5 രൂപയ്ക്ക് തുളസി നല്ലവണ്ണം വൃത്തിയാക്കി ഒരു പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നിങ്ങൾ ഇലയിൽ കൊണ്ട് ഭഗവാന്റെ നടയ്ക്ക് വെച്ച് നോക്കുക. നിങ്ങൾ അർച്ചന കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു തൃപ്തി ലഭിക്കും. കാരണം അതിൽ ശ്രദ്ധയുണ്ട്, ഭക്തിയുണ്ട്. അതുപോലെ തന്നെയാണ് തെറ്റി. വീട്ടിൽ നിന്ന് തെറ്റി പറിച്ച് വയ്ക്കുന്നു, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അതിൽ മൊട്ട് മാറ്റി തെറ്റി മാത്രമായിട്ട് ഒരു ഇലയിൽ ഒന്ന് ജലത്തിൽ കഴുകി ശുദ്ധമായിട്ടൊന്ന് വെച്ച് നോക്കുക. നമുക്ക് തന്നെ തൃപ്തി ലഭിക്കും. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചിന്തിക്കുക ഏവരും. കാരണം ഇന്ന് പുഷ്പാഭിഷേകത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് തുളസിയാണ്. തുളസി ചെടിയാണ് ദേവൻ്റെ മണ്ടയ്ക്ക് കൂടി നാം ഈ കമിഴ്ത്തുന്നത്. അതായത് കൊട്ടയിലെടുക്കുന്നു, അതിങ്ങനെ കമഴ്ത്തുന്നു. ന്യായമെന്ത്? ഇതൊന്നും തുളസി ഇറുക്കാനോ പൂക്കൾ ഇറുക്കാനൊന്നും സമയമില്ല, ആളില്ല, ന്യായമാണ്. പക്ഷേ നമ്മുടെ വീട് കെട്ടുമ്പോൾ ഈ അനാസ്ഥ കാണിക്കുമോ? ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നു, അനാസ്ഥ കാണിക്കുമോ? മകളുടെ വിവാഹം നടക്കുന്നു, അനാസ്ഥ കാണിക്കുമോ? ഒന്നിലും ഒരു കുറവും വരുത്തത്തില്ല. അവിടെ ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധ ഇവിടെയും കൂടി വെക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ്, അഭിപ്രായമാണ്. ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമസ്കാരം.